പൊന്നാനി മുട്ടപ്പത്തിരി കണ്ടേനാ കണ്ടേനാ പൊന്നാനി മുട്ടപ്പത്തിരി തിന്നേനാ തിന്നേനാ തിന്നിട്ടില്ലേ വാ പൊന്നാനിക്ക് വാ. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച പൊന്നാനിക്കാരുടെ മുട്ടപ്പത്തിരി വിശേഷം നിങ്ങളെ കൊതിപ്പിച്ചെങ്കിൽ ഈ മേള നിങ്ങൾ കാണേണ്ടതായിരുന്നു. രുചി വൈവിധ്യങ്ങളുടെ നിറക്കൂട്ട് ചേർത്ത ഭക്ഷ്യമേളയിൽ 100 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്താം കൊതിയൂറും വിഭവങ്ങളിലേക്ക്. പൊന്നാനിക്കൊരു പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി സീമ സിൽക്സ്. മുട്ടപ്പത്തിരി മാത്രമല്ല, മുട്ടമാലയും മുട്ടസുർക്കയും ചിരട്ടമാലയും ചട്ടിപ്പത്തിരിയും അടക്കം 100 വിഭവങ്ങൾ വിളമ്പിയ രുചിക്കൂട്ടുകളുടെ ആഘോഷമേള. സംഗതി നടന്നത് പൊന്നാനി MES കോളേജ് ഓഡിറ്റോറിയത്തിലും. മറ്റൊരു അധ്യയന വർഷം കൂടി വിട പറയാൻ ഒരുങ്ങുമ്പോൾ സഹപാഠികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന എരിവും പുളിയും അതിലേറെ മധുരവുമുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചാണ് രുചിക്കൂട്ടുകളുടെ ഉത്സവമേള ഈ കലാലയമുറ്റത്ത് അരങ്ങേറിയത്. MES കോളേജ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ഭക്ഷ്യമേളയിൽ പൊന്നാനിയുടെ നാടൻ പലഹാരങ്ങൾ മാത്രമല്ല, കേരളീയ വിഭവങ്ങളേറെയും MESലെ മൊഞ്ചത്തിമാരൊരുക്കി. ഇതിന് പുറമെയായിരുന്നു ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളുടെ നീണ്ട നിര. നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ ഭക്ഷ്യവിഭവങ്ങളും മേളയിൽ ഇടം പിടിച്ചു. ഭക്ഷണമേളയെ പരീക്ഷണമേളയാക്കാനും ചിലർ മടിച്ചില്ല. കേട്ടുകേൾവിയില്ലാത്ത വിഭവങ്ങൾ ഒരുക്കി ഇത്തരക്കാരും ശ്രദ്ധിക്കപ്പെട്ടു. പേരില്ല വിഭവത്തിന് പേര് കണ്ടെത്താനാണ് പാചകപ്പുരയിലെ ശാസ്ത്രജ്ഞനായി തീർന്നവർ പ്രയാസപ്പെട്ടത്. മേളയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ ചിലരുടെ മുഖത്ത് ആശ്വാസം, മറ്റു ചിലരുടെ മുഖത്ത് സന്തോഷം. കൂടെ പഠിക്കുന്നവർ ഉഴപ്പന്മാരായ തീറ്റപ്രയരാണെന്ന മുൻധാരണകൾ തിരുത്തപ്പെടുകയായിരുന്നു ഈ മേളയെന്നാണ് ഇവർ പറഞ്ഞത്. ഞങ്ങളുടെ ക്ലാസ്സിൽ എത്ര നല്ല പാചകക്കാരുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ബോയ്സ് ആയിക്കോട്ടെ, ആ നിൽക്കുന്ന സഫാനും റാസിക്കൊക്കെ എത്ര നല്ല പാചകം ചെയ്യുന്നതെന്ന് മനസ്സിലായി. പാചകമേളയിൽ കപ്പ കൊണ്ടുള്ള വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. കപ്പ ഫെസ്റ്റ് എന്ന് വിളിച്ച തത്സമയ പാചക മത്സരത്തിൽ 200-ലേറെ മരച്ചീനി വിഭവങ്ങളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരുക്കി വെച്ചത്. ന്യൂസ് ഓൺ ലൈവ് പൊന്നാനി.